രാജ്യത്തെ തന്നെ ആദ്യത്തെ ഡേ കെയർ പോഷകാഹാര പുനരധിവാസ കേന്ദ്രവുമായി വയനാട്ടിലെ ഒരു സർക്കാർ ആശുപത്രി. നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രമാണ് തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കാനും പോഷകാഹാരം നൽകാനും പ്രത്യേക സംവിധാനം ഒരുക്കിയത്. കാണാം. ചൈൽഡ് ഹെൽത്ത് അസസ്മെന്റ് മോണിറ്ററിംഗ് പ്രോഗ്രാം എന്ന പേരിൽ നൂൽപ്പുഴ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഡേ കെയർ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് നൂൽപ്പുഴ പഞ്ചായത്തിൽ പ്രായത്തിനനുസരിച്ച് തൂക്കമില്ലാത്ത 94 കുഞ്ഞുങ്ങളുണ്ട്. ഇതിൽ 17 കുട്ടികൾക്കാണ് തീരെ ശരീരഭാരമില്ലാത്തത്. ഈ കുട്ടികൾക്ക് പോഷകാഹാരം നൽകുകയും ദൈനംദിന ആരോഗ്യ പരിശോധനകൾ നടത്തുകയുമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. രാവിലെ കുട്ടികളെ കൊണ്ടുവരാനും വൈകിട്ട് വീട്ടിൽ കൊണ്ടുവിടാനും വാഹന സൗകര്യമുണ്ട്. പകൽ സമയത്ത് ന്യൂട്രീഷനിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുക. രാത്രി കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തയക്കും. ഡോക്ടറുടെ പരിശോധനയും കൃത്യമായി നടക്കും. അവരുടെ ഫുൾ ഡേ ഉള്ള മീല് നമ്മൾ അവരെ ഉറപ്പുവരുത്താണ്, എൻഷുർ ചെയ്യാണ്. അവർ കഴിക്കുന്നു എന്നുള്ളതല്ല, അവർക്ക് കിട്ടുന്നു എന്നുള്ളത്. രാത്രിയത്തെ നമ്മൾ ഒബ്സർവ് ചെയ്തില്ലെങ്കിൽ പോലും പക്ഷെ അവർ കഴിക്കുന്നു എന്നുള്ള വിശ്വാസം. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും അതിൻ്റെ വെയിറ്റ് മോണിറ്ററിങ് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ അഡ്മിറ്റ് ആയ ഒരു എഫക്റ്റ് തന്നെ വരുത്തുന്നുമുണ്ട്. എന്നാൽ അവർക്ക് അവരുടെ കംഫർട്ട് സോണിൽ പോയി തിരിച്ചു പോകാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ ഇതിൽ കൂടെ ഒരുക്കി കൊടുക്കും. ഒരു ബാച്ചിൽ 6 കുട്ടികളാണ് ഉണ്ടാവുക. ഇത് 2 ആഴ്ച മുതൽ 20 ദിവസം വരെ നീണ്ടു നിൽക്കും. കുട്ടികൾക്കൊപ്പം എത്തുന്ന രക്ഷിതാക്കൾക്ക് പകൽ സമയങ്ങളിൽ കൈത്തൊഴിൽ പഠിക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ. മാതൃഭൂമി ന്യൂസ്, വയനാട്.